മലയാള സിനിമാ രംഗത്ത് നിർമ്മാണ മേഖലയിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രിയ മേനോൻ. പൃഥ്വിരാജിന്റെ ഭാര്യ എന്നതിലപ്പുറം തൻ്റേതായ പേര് മലയാള സിനിമയ്ക്ക് ലോകത്തുണ്ടാക്കാൻ സുപ്രിയ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഇതിന് സാധിക്കുകയും ചെയ്തു. സുപ്രിയയും പൃഥ്വിരാജും നയിക്കുന്ന പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എന്ന പ്രൊഡക്ഷൻ കമ്പനി ഇതിനോടകം ഒരുപിടി ശ്രദ്ധേയ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു കഴിഞ്ഞു. ഗുരുവായൂർ അമ്പലനടയിലാണ് ഇതിൻ്റെ ഏറ്റവും ഹിറ്റായ സിനിമ. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, അനുപമ പരമേശ്വരൻ, നിഖില വിമൽ എന്നിവർ പ്രധാന വേഷം ചെയ്ത ഗുരുവായൂർ അമ്പലനടയിൽ മികച്ച കോമഡി എൻ്റർടൈനറായിരുന്നു. JFWൻ്റെ വുമൻസ് പ്രൊഡക്ഷൻ ഓഫ് ദ ഇയർ പുരസ്കാരം ഈ സിനിമയിലൂടെ സുപ്രിയ മേനോൻ നേടി. നടി പാർവതി ജയറാമാണ് സുപ്രിയയ്ക്ക് പുരസ്കാരം നൽകിയത്. വേദിയിൽ സുപ്രിയ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സിനിമയിൽ വരുന്നതിന് മുമ്പ് 10 വർഷത്തോളം ഞാൻ ജേർണലിസ്റ്റായിരുന്നു. അതിൽ പൃഥ്വിയോട് എനിക്ക് നന്ദി പറയണം. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന ഘട്ടത്തിൽ ഈ ലോകത്തേക്ക് പൃഥ്വി എന്നെ ക്ഷണിച്ചു. നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ബിൽഡ് ചെയ്യാമെന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞു. അതാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്. ഗുരുവായൂർ അമ്പലനട സിനിമയ്ക്ക് വളരെ മികച്ച കോ-പ്രൊഡ്യൂസറായിരുന്നു E4 എൻ്റർടൈൻമെൻ്റ് എന്ന് സുപ്രിയ പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത സിനിമ നോബഡി മെയിൽ തുടങ്ങും. പൃഥ്വിരാജാണ് നായകൻ. പേപ്പറുകളിൽ ഒപ്പുവെച്ച് സീൽ ചെയ്യുന്നതുവരെ നായികയാരാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ലെന്ന് സുപ്രിയ പറഞ്ഞു. കാണികളായ പാർവതി തിരുവോത്ത് ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അന്ന് പാർവതിയെ നായികയായി തീരുമാനിച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂവെന്ന് സുപ്രിയയുടെ വാക്കുകളിൽ അന്ന് വ്യക്തമാണ്. മമ്മൂട്ടി ചിത്രം റോഷാക്കിന് ശേഷം നിശാം ബസീർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നോബഡി. പൃഥ്വിരാജും പാർവതി തിരുവോത്തും ഏറെക്കാലത്തിന് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന എന്ന സിനിമയെന്ന പ്രത്യേകതയും നോബഡിക്കുണ്ട്. E4 എൻ്റർടൈൻമെൻറ്റ്സും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മാണം. നിന്ന് നിൻ്റെ മൊയ്തീൻ, കൂടെ, മൈ ലവ് സ്റ്റോറി എന്നിവയൊക്കെയാണ് പൃഥ്വിരാജും പാർവതിയും ഒരുമിച്ച് അഭിനയിച്ച് ഇതുവരെ റിലീസ് ചെയ്ത സിനിമകൾ. കരയിലുണ്ടായ വീഴ്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ സാന്നിധ്യമായിക്കൊണ്ടിരിക്കുകയാണ് പാർവതി തിരുവോത്ത്. ഉള്ളടക്കമാണ് പാർവതിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ. ഉർവശിയാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്തത്.